യെസ്, നമുക്കിന്ന് മട്ടൺ ഗീ റോസ്റ്റ് തയ്യാറാക്കി എടുക്കാം കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റോസ്റ്റാണിത്. ഇത് ചപ്പാത്തിക്കും അതുപോലെ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. ഞാൻ 1/2 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. എല്ലോട് കൂടിയുള്ള മട്ടൺ എടുക്കുക. നന്നായിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അരിപ്പ പാത്രം ഉണ്ടല്ലോ അതിൽ വെച്ച് സ്ട്രെയിൻ ചെയ്തെടുക്കുക. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് പോയി കിട്ടും. ഇനി നമുക്ക് മാരിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈര് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, അതുപോലെ 1.5 ടീസ്പൂൺ മുളക് പൊടി. കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് നല്ല കളറൊക്കെ കിട്ടും. അപ്പോൾ അത് ഉപയോഗിക്കുക. അതിനുശേഷം കുറച്ച് കറി ലീവ്സ് ഇട്ടിട്ട് നന്നായിട്ട് ഇതിലേക്ക് തിരുമ്മി പിടിപ്പിക്കാം. അറ്റ്ലീസ്റ്റ് ഒരു 20 മിനിറ്റ്സ് എങ്കിലും ഇത് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാനായിട്ട് മറക്കരുത്. 1 അവർ വയ്ക്കാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇത് അടച്ചു വെച്ച് നന്നായിട്ട് സെറ്റ് ആവട്ടെ. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ കുക്കർ എടുത്തു. കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ പശുവിൻ്റെ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മെൽട്ടായിട്ടൊക്കെ വരട്ടെ ഇതൊന്ന്. ഓക്കെ, ഹീറ്റായിട്ടുണ്ട്. സോ ആ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മാരിനേറ്റ് ചെയ്തിട്ടുള്ള മട്ടൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു 2-3 മിനിറ്റ്സ് ഇങ്ങനെ ഇതിൽ കുക്കാക്കണം കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് കുക്കാക്കുക. അപ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും നമ്മുടെ മട്ടണിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം ഇറങ്ങി വരുന്നതൊക്കെ ആയിട്ട്. അപ്പോൾ ഒരു 3 മിനിറ്റ്സ് ഇങ്ങനെ തിരിച്ച് മറിച്ചു വിട്ടൊന്ന് കുക്ക് ചെയ്യുക. അപ്പോൾ ആ നെയ്യിൻ്റെ ടേസ്റ്റും ഒക്കെ മട്ടണിലേക്ക് നന്നായിട്ട് തന്നെ പിടിക്കാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കട്ടെ. നല്ല അടിപൊളി കളറൊക്കെ ആയിട്ട് സെറ്റായിട്ട് കിട്ടുന്നുണ്ട് അല്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വെള്ളമാണ് ഞാനിതിൽ ഒഴിക്കുന്നത്. സ്റ്റീലിൻ്റെ കുക്കർ ആയതുകൊണ്ട് അടിയിൽ പിടിച്ചാലോ എന്ന് ഓർത്തിട്ടാണ് ഞാനൊരു 1 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അത്രയും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ എല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വേവിച്ചെടുക്കാം. ഞാനിവിടെ നന്നായിട്ട് വേവിക്കുന്നുണ്ട്. ആ സമയത്ത് ഒരു മുഴുവനായിട്ടുള്ള വെളുത്തുള്ളി നന്നായിട്ട് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. 1 കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 10-12 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് വീണ്ടും നമ്മൾ നെയ്യിലാണ് ഇത് ചെയ്യുന്നത്. ഗീ റോസ്റ്റ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ടിട്ട് അപ്പോൾ നെയ്യ് ചേർത്ത് കൊടുത്തു. അതിനുശേഷം കുറച്ച് കറി ലീവ്സ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമ്മളിപ്പോൾ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളിയുടെ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മാത്രം മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു അരപ്പെല്ലാം നമ്മുടെ മട്ടൺ റോസ്റ്റിലേക്ക് നന്നായിട്ട് പൊതിഞ്ഞിരിക്കണം ലാസ്റ്റ്. അതുകൊണ്ടിട്ടാണ് ഇതേപോലെ അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മൂത്തൊക്കെ വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ ഇടുവാണെങ്കിൽ നല്ല കളറൊക്കെ കിട്ടും. പിന്നെ ഇതിലേക്ക് എന്താണ് ഞാൻ ചേർക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരല്പം മഞ്ഞൾപ്പൊടി തന്നെയാണ്, സെയിം മാരിനേഷൻ ഉപയോഗിച്ച പോലെ തന്നെ. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ട മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ വീട്ടിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഗരം മസാലയാണ് കേട്ടോ. വീട്ടിലെ എല്ലാ സ്പൈസസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുന്ന ഗരം മസാലയാണ്. ഓൾറെഡി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഗരം മസാല ആകുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല പൊടികളൊന്നും. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇതേപോലെ കളറാവുന്നവരെ ഒന്ന് മൊരിച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടർമറിക് പൾപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോഴാണ് അതിൻ്റെ ഒരു ബ്രൗൺ കളറിലേക്ക് വരാം. അതിനുശേഷം ഇത് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മട്ടൺ വേവിച്ചതിൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം ഫസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് വരുന്നത് കാണുമ്പോൾ നമ്മുടെ മീൻകറിയുടെയൊക്കെ പോലെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരും. ആ സമയത്ത് ഒരു നുള്ള് പഞ്ചസാര അതിലേക്ക് ചേർത്ത് കൊടുക്കുക. കാരണം നമുക്ക് പുളിക്ക് വേണ്ടിയിട്ട് ടർമറിക്ക് ചേർത്ത് കൊടുത്തു, ഉപ്പുണ്ട്, കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട് എരിവിന്. അപ്പോൾ ഇതിലേക്ക് ഒരല്പം മധുരവും കൂടി ചേർക്കുകയാണെങ്കിൽ എല്ലാം ഒന്ന് ബാലൻസ്ഡ് ആവും കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ ഒരു മട്ടൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് മട്ടണിലേക്കും കൂടി പിടിക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ. ഉപ്പ് ലാസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. കാരണം ഓൾമോസ്റ്റ് ഈ ഒരു വെള്ളമൊക്കെ വറ്റി വരുമ്പോഴേക്കും ഉപ്പ് കറക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ നല്ലപോലെ വഴഞ്ഞിട്ട് ഒരു ബ്രൗൺ കളറിലേക്ക് വരണം. ഓക്കെ, നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഒത്തിരി വേവേണ്ട ആവശ്യമില്ലെങ്കിൽ പീസസ് ആയിട്ട് നല്ല ക്രിസ്പി പീസസ് ആയിട്ട് എടുക്കണമെങ്കിൽ ഇത്ര വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അവസാനമായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നുകൂടി ഒന്ന് ഫ്രൈ ചെയ്യാണ്. സൈഡിലിങ്ങനെ
നമ്മുടെ ചേർത്തിട്ടുള്ള ഗീയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരണം. ആ സമയത്ത് നമുക്കിതേപോലെ സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മട്ടൺ റോസ്റ്റാണ്. തീർച്ചയായിട്ടും നിങ്ങളും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. നാളെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.